ഇപ്പോൾ അവിടേക്ക് എത്തിയോ? തെളിവെടുപ്പിന് ഈ സംഭവ സ്ഥലത്തേക്ക്, കുഞ്ഞിനെ മണലിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയ സ്ഥലത്തേക്ക് തെളിവെടുപ്പിന് എത്തിയോ? എത്ര ദൂരമുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന്? രാഗിൻ, ഏതാണ്ട് എത്തുന്നു. അതായത് ഈ മൂഴിക്കുളം പാലത്തിന് സമീപത്തേക്ക് പോലീസ് വാഹനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കും. പോലീസ് ടീം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പാലത്തിന് മുകളിലേക്ക് പോലീസ് ടീം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ടീം ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആലുവ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അന്ന് ഈ പാലത്തിന് മുകളിൽ നിന്നാണ് കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞ് അവർ കൊലപ്പെടുത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അവരെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. പുറത്തേക്ക് ഇറക്കി ഈ പാലത്തിന് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കൊലക്കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരമാവധി തെളിവ് ശേഖരണം അനിവാര്യമാണ്. ഇതിൽ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്നത് ഇത് എന്താണ് അന്നേ ദിവസം സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ അന്നേ ദിവസം രാത്രി ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. കുഞ്ഞ് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയൊക്കെ തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. മാത്രമല്ല ഏവരും പ്രാർത്ഥനയോടുകൂടിയൊക്കെ തന്നെയാണ് നിന്നിരുന്നത്. പക്ഷേ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇവർ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് ഇവിടം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയത്. ഇവിടെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചായിരുന്നു അന്ന് തെരച്ചിൽ. സ്കൂബ ടീം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് സംഘം ഇവിടേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നു. അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് അന്നേ ദിവസം, കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്നേ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. തെളിവെടുപ്പ് ഈ കേസിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഇപ്പോൾ ചെയ്യുന്നത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് കാണാൻ അത്ര സുഖകരമായ ദൃശ്യമല്ല ഇത്. നമുക്ക് വലിയ നോവുണ്ടാക്കുന്ന ദൃശ്യമാണ്, വേദന ഉണ്ടാക്കുന്ന ദൃശ്യമാണ്, വൈകാരിക ക്ഷോഭം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരു തെളിവെടുപ്പ് നടക്കുന്നു. മകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അവളുടെ ജീവൻ എടുത്തു എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അങ്കണവാടിയിൽ നിന്ന് കളിചിരിയോടെ നിന്ന കുഞ്ഞിനെ, മതിയാവോളം ഭക്ഷണം കഴിച്ച കുഞ്ഞിനെ, സ്നേഹമയിയായ കുഞ്ഞിനെ അമ്മ ഒക്കത്തേറ്റി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അന്ന് 2:20 ഉച്ചതിരിഞ്ഞ് 2:20 അമ്മയ്ക്കൊപ്പം കുഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം മൂഴിക്കുളം പാലത്തിലേക്ക് അവർ എത്തിയെന്നാണ് നമ്മുടെ മുന്നിലുള്ള വിവരം. ഇതാ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂഴിക്കുളം പാലത്തിൻ്റെ 3ാമത്തെ കാലിന് സമീപത്ത് താഴെയാണ് സ്കൂബ ടീമൊക്കെ തിരച്ചിൽ നടത്തിയപ്പോൾ മണലിൽ പുതഞ്ഞ നിലയിൽ ആ കുഞ്ഞിനെ കണ്ടെത്തിയത്. അവിടുത്തെ തെളിവെടുപ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.